കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷിന്റെ വർക്ക്ഷോപ്പിലെത്തി നിധി തിരികെ എത്തുമോ എന്നുള്ള ടെൻഷൻ സുധീഷ് ഹരീഷുമായി പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങർക്ക് വേണ്ടി എല്ലാം വിട്ടുവന്ന ആളല്ലേ, അപ്പോൾ ഉറപ്പായും വരുമെന്നേ, നോക്കിക്കോ, കൂടെ നമ്മുടെ നികേഷും ഉണ്ടല്ലോ എന്ന് ഹരീഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ, ആണല്ലേ, പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ ഉള്ളിലൊരു പേടി തോന്നടാ എന്ന് സുധീഷും ടെൻഷനോടെ പറയുന്നുണ്ട്. ഉടായിപ്പ് ഉള്ളിലുള്ളവർക്ക് എപ്പോഴും പേടിയുണ്ടാവുമെന്ന് ഹരീഷ് പറയുമ്പോൾ, ഹരീഷ് ഒരുമാതിരി അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തിന്? ഇയാളെ വിശ്വസിച്ച് ഒരിക്കൽ ഇറങ്ങിപ്പോന്ന ആള് ഇനി തിരിച്ചു വരില്ല എന്ന് തോന്നാൻ ഒരു കാരണം വേണ്ടേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, എടാ, ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഒരു ഇൻഡ്യൂഷൻ കൊണ്ട് തോന്നുന്നതാ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒരു കാര്യം ഉറപ്പാ, അവള് തിരിച്ചെത്തിയില്ലെങ്കിൽ എന്റെ കാര്യം അതോടെ തീർന്നു എന്ന് സുധീഷ് പറയുമ്പോൾ, അത് ശരിയാ, പിന്നെ തിരിച്ചെത്തിയില്ലെങ്കിൽ സുധീഷ് ഏട്ടന്റെ കാര്യം പോക്കാം. പക്ഷേ ഏട്ടത്തിക്ക് അത് നല്ലതല്ലേ? ഹരീഷിന്റെ ചോദ്യം കേട്ട് എടാ നീ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സുധീഷും അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ചൂടാവാതെ, ഒരാളെക്കുറിച്ച് ഇത്രമാത്രം ടെൻഷൻ അടിച്ച് സുധീഷേട്ടൻ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോഴും മറയ്ക്കുന്ന ഒരു കഥയുണ്ട്, അത് ഉറപ്പാ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ, അതേടാ, ഞാൻ മറയ്ക്കുന്നുണ്ട്. എനിക്ക് ഇത്രമാത്രം അസൂയ എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെ ഈ കുത്തുവാക്കുകള്. എടാ, നിനക്കിതൊട്ടുമങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാ ഇയാൾ വിശ്വസിക്കോ? ഇല്ലല്ലോ, അപ്പൊ അങ്ങനെ വരുത്തിക്കോ എന്ന് ഹരീഷും. അവളെങ്ങാനും വരാതിരുന്നാ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല കേട്ടോ, കരിനാക്കേ നാശം എന്ന് സുധീഷ് പറയുമ്പോ, ഞാൻ എന്ത് പിഴച്ചു? വന്ന സമയം മുതൽ നിധി പോയി, ഇനി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണോ? പക്ഷേ സുധീഷ് ഏട്ടൻ ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഏട്ടത്തിയെ പോലൊരു കുട്ടിയെ ആലോചിക്കുന്നത് തന്നെ ഇച്ചിരി ഓവറല്ലേ? അല്ല, ആ കുട്ടിക്ക് എത്രയോ നല്ല ബന്ധം കിട്ടുമായിരുന്നു. സാധാരണ ടാക്സിയിൽ കയറുന്ന പെൺകുട്ടികളെ ട്യൂൺ ചെയ്യുന്ന പോലെ ആ കുട്ടിയെയും ട്യൂൺ ചെയ്തു. പാവം, അതിൽ പെട്ടു. എന്തൊക്കെ പറഞ്ഞിട്ടാ പറ്റിച്ചെന്ന് ആര് കണ്ടു എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ, ദേ സത്യമായിട്ടും ഹരീഷേ, ഞാൻ നിന്നെ പിടിച്ച് ഇടിക്കും കേട്ടോ. എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയതിലുള്ള കണ്ണുകടിയല്ലേടാ നിനക്ക്. എന്റെ ടെൻഷൻ നിന്നോട് പറയാൻ വന്നാ എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ചന്തുവും ടിറ്റോയും അങ്ങോട്ടെത്തി, ഏട്ടാ പോവുകയാണോ, ജ്യൂസ് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ തലയിലേക്ക് ഒഴിക്കടാ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ജ്യൂസും കയ്യിൽ പിടിച്ച് ചന്തു ടെൻഷനോടെ നിൽക്കുമ്പോൾ, ആശാന് വേണോ ജ്യൂസ് എന്ന് ടിറ്റോ ചോദിക്കുന്നുണ്ട്. വേണ്ട, നീ കുടിച്ചോ എന്ന് ഹരീഷും. അത് കേൾക്കെ അവനും സന്തോഷത്തോടെ ഒരു ജ്യൂസും വാങ്ങിക്കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അവിടെ നിധിയും നികേഷും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിലേക്കെന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അടുത്താ, ഏതാണ്ടൊരു 3 കിലോമീറ്റർ എന്ന് നിധി പറയുമ്പോൾ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. താൻ സാന്ദ്ര ഇടത്തിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി സാന്ദ്രയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. തന്റെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സാന്ദ്ര റൂമിലേക്ക് വന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും പുറകെ വന്ന ഹേമയും, ആരാ, നിധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് സാന്ദ്ര പറയുമ്പോൾ മൊബൈൽ സ്പീക്കറിലിടെന്ന് ഹേമയും. സാന്ദ്ര കോൾ എടുത്ത് സ്പീക്കറിലിട്ട് ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഏട്ടത്തി, ഞാൻ ഇവിടെ സ്റ്റാൻഡിലെത്തി, ഏട്ടത്തി ഇങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ ഞാൻ വരേണ്ട സ്ഥലം പറഞ്ഞാൽ മതി എന്ന് നിധി പറയുന്നുണ്ട്. വീട്ടിലേക്ക് വരാനായി ഹേമ ആംഗ്യം കാണിക്കുമ്പോൾ, നീ വീട്ടിലേക്ക് വാ നിധി എന്ന് സാന്ദ്രയും. വീട്ടിലേക്കോ എന്നവൾ ടെൻഷനോടെ ചോദിക്കുമ്പോൾ, അതെ വാ എന്ന് സാന്ദ്ര വിളിക്കുന്നുണ്ട്. അത് ശരിയാവോ ഏട്ടത്തി, അച്ഛൻ അത് ഇഷ്ടാവില്ലെന്ന് നിധി പറയുമ്പോൾ, അച്ഛനും അരുണേട്ടനും ഇവിടെ ഇല്ലെന്ന് സാന്ദ്രയും. ഏട്ടത്തി മാത്രമാണോ വീട്ടിലുള്ളതെന്ന് നിധി ചോദിക്കുമ്പോൾ, അല്ല, അമ്മയും ഉണ്ടെന്ന് സാന്ദ്ര. സർട്ടിഫിക്കറ്റ് തരാൻ അമ്മ സമ്മതിച്ചോ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഞാൻ അമ്മയോട് നീ സർട്ടിഫിക്കറ്റ് ചോദിച്ച കാര്യം പറഞ്ഞിരുന്നു, അമ്മയെ അടുത്തന്നെ ഏൽപ്പിച്ചതെന്ന് സാന്ദ്ര പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്പരപ്പോടെ, അമ്മയോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെ, ഒരു പ്രശ്നവുമില്ല, നീ ഇങ്ങോട്ട് വാ, സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ട് നിനക്ക് അപ്പോൾ തന്നെ തിരിച്ചു പോവാം എന്ന് സാന്ദ്ര പറയുമ്പോൾ, സത്യമായിട്ടും അമ്മ തന്നെയാണോ എടുത്തു തന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ സംശയിക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. ആ വീട്ടിലിരിക്കാൻ പറ്റില്ലെന്നും പുറത്ത് ജോലിക്ക് പോകണമെന്നും നീ പറഞ്ഞതായി ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവള് സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ, വന്നെടുത്തിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അച്ഛനും അരുണേട്ടനും വരാൻ കുറച്ച് സമയമെടുക്കും, അതിനുള്ളിൽ നീ വന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോക്കോ എന്ന് സാന്ദ്ര പറയുമ്പോൾ, അത് സമ്മതിച്ച് ശരി ഏട്ടത്തി, ഞാൻ വരാമെന്ന് നിധി പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് സാന്ദ്രയും അമ്മയോടായി പറയുന്നുണ്ട്, അമ്മേ, ഇത് ശരിക്കും തെറ്റാ അമ്മയെന്ന്, അവള് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാ വരുന്നത് എന്ന് സാന്ദ്ര പറയുമ്പോൾ, സാന്ദ്ര, നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അവളുടെ നല്ലതിനു വേണ്ടിയില്ലേ, ഇക്കാര്യത്തില് നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ, സമാധാനമായിട്ടിരിക്കെ,
അവൾ എങ്ങാനും ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഹേമയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കോൾ വെച്ച് കഴിഞ്ഞ നിധി ടെൻഷനോടെ നിൽക്കുന്ന കണ്ട് എന്തു പറ്റിയെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതല്ലടാ, ഏട്ടത്തി എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെന്താ പോണമെന്ന് നികേഷും. ഏട്ടത്തി അമ്മയുടെ കാര്യം പറഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കാൻ അമ്മ സമ്മതിച്ചു എന്ന്. വീട്ടിൽ ആരുമില്ല, ഏട്ടത്തിയും അമ്മയും മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലാൻ, അവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് തരാന്ന് എന്ന് നിധി പറയുമ്പോൾ അതിനെന്താ പോയി വാങ്ങി വരണം, ഒന്നുമില്ലെങ്കിൽ അമ്മയൊന്ന് കാണാൻ ചെയ്യാലോ എന്ന് നികേഷ് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ്, പക്ഷേ അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കൊരു പേടി. അതായെന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ അല്ല എന്തിനാ പേടിക്കുന്നേ, അത് ഏട്ടത്തിയുടെ വീടല്ലേ, ചിലപ്പോൾ അമ്മയ്ക്ക് ഏട്ടത്തിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അതുകൊണ്ടായിരിക്കും ചെല്ലാൻ പറഞ്ഞത് എന്ന് നികേഷ് പറയുമ്പോൾ ശരി പോവാമെന്ന് നിധി സമ്മതിക്കുന്നുണ്ട്. എന്തേലും കഴിക്കണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഏയ് വിശപ്പില്ലെന്ന് നിധിയും. അല്ല കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് നിധി. അവളെ തടഞ്ഞോണ്ട് താൻ അത് വാങ്ങിയിട്ട് വരാമെന്നും അതൊക്കെ സുധീഷേട്ടൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് നികേഷ് വെള്ളം വാങ്ങിക്കാനായി പോകുന്നുണ്ട്. അവൻ വാങ്ങിച്ചു കൊടുത്ത വെള്ളവും കുടിച്ച് ഒരു ഓട്ടോയിൽ കയറി അവർ നിധിയുടെ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. ഓട്ടോയിലെ യാത്രക്കിടയിൽ നിധിയുടെ ഇരിപ്പ് കണ്ട് എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നേ, ഇരിപ്പ് കണ്ടാൽ അറിയാമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരാൻ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കയറി ചെല്ലാന്ന് സമ്മതിച്ചു, ഇപ്പോ വീടടുക്കാൻ നേരത്ത് വല്ലാത്തൊരു പേടിയെന്ന് നിധി ടെൻഷനോടെ പറയുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, ഏടത്തിയോട് അവര് ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല, നല്ല രീതിയിൽ സംസാരിക്കും, സർട്ടിഫിക്കറ്റ്സും തരും, തിരിച്ചു വരുമ്പോഴേ ഏട്ടത്തി ഹാപ്പി ആയിരിക്കും പോരെ എന്ന് പറഞ്ഞ് നികേഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോ ഒരു ധൈര്യത്തിനായി അവൾ നികേഷിന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ പണി സൈറ്റിൽ ടെൻഷനോടെ നിൽക്കുകയാണ് സുധീഷ്. അവന്റെ നിൽപ്പ് കണ്ട് പണിക്കാരൻ സുഭാഷിനോടായി സുഭാഷേട്ടാ ബ്രദർ കുറെ നേരമായല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും സുധീഷിന്റെ അടുത്തേക്ക് വന്ന് എന്താടാ കാശ് വല്ലതും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് സുധീഷ് പറയുമ്പോ പിന്നെന്താ കുറെ നേരമായി നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഞാൻ സുഭാഷേട്ടനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോ എന്ത് കാര്യം, രാവിലെ വീട്ടിൽ വെച്ച് പറയായിരുന്നില്ലേ എന്ന് സുഭാഷും. ഒന്നങ്ങോട്ട് മാറി നിൽക്കാമെന്ന് സുധീഷ് പറയുമ്പോ എടാ ജോലിയുണ്ട് എനിക്കെന്ന് സുഭാഷും. സ്വന്തം അനിയന്റെ ഭാവിയാണോ അതോ ജോലിയാണോ ചേട്ടന് പ്രധാനം അന്നേ എന്ന് പറഞ്ഞ് സുഭാഷിനെ സുധീഷ് അവിടുന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. അതെ എനിക്കൊരു സമാധാനവുമില്ല സുഭാഷേട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് സുഭാഷും. നിധിനി തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് എന്താ ഇപ്പോ നിനക്ക് അങ്ങനെ തോന്നാൻ എന്ന് സുഭാഷും. മനസ്സിലെ അങ്ങനെ ഒരു തോന്നല്, അവളെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ഇത്തവണ അവളുടെ വീട്ടുകാർ എന്തെങ്കിലും ചെയ്യോ, അതിൽ അവള് വീണു പോവോന്നുള്ളൊരു തോന്നല് മനസ്സിലുണ്ട്. ഞങ്ങളുടെ കല്യാണത്തെ അവളൊരു കല്യാണമായി കണക്കാക്കുന്നില്ലല്ലോ, താമസിക്കാനായി ഒരു റൂം എടുത്തു കൊടുക്കാനാ അവൾ ഇപ്പോഴും എന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അതെ സുഭാഷേട്ടാ, ഇതൊക്കെ ഓർത്ത് അവൾ ആ വീട്ടിൽ നിന്ന് ഇനി വരണ്ടെന്ന് വിചാരിച്ചാലോ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഏയ് നികേഷ് കൂടെ പോയിട്ടുണ്ടല്ലോ, അങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. അവനൊരു ചള്ളു ചെക്കനാ, അവൻ എന്തു ചെയ്യാൻ പറ്റുമെന്നാ, ഞാനും കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നിന്നോട് അവൾ വരണ്ടെന്ന് കർശനായിട്ട് പറഞ്ഞതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കുള്ളിൽ നല്ല സംശയമുണ്ട് സുഭാഷേട്ടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലവരൊന്നുമല്ല അവര്, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നൊക്കെ പറയൂ എന്ന് സുധീഷ് വീണ്ടും ടെൻഷനോടെ ചോദിക്കുമ്പോൾ എടാ അതിനവള് ഇവിടെയല്ലേ ജോലി നോക്കാൻ പോകുന്നേ, ആ വിവരം അവൾ ഏട്ടത്തിയോട് പറഞ്ഞപ്പോ ഏട്ടത്തിയല്ലേ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത്, ഇതിന് നീ എന്തിനാ വെറുതെ ടെൻഷനാവുന്നേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷേട്ടാ, അവളില്ലെങ്കിൽ ഇനി എനിക്ക് പറ്റില്ല, അത് അവളെ അവരിനി വിടില്ലാന്ന് എനിക്കൊരു ഭയം സുഭാഷേട്ടാ, അവള് പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് സുധീഷ് ടെൻഷനോടെ പറയുന്ന കേട്ട് നിനക്കവളെ അത്രയ്ക്ക് ഇഷ്ടാണോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഈ കവിതയുടെ ഭാഷയിൽ പറഞ്ഞാലേ ഈ സൂര്യനും താമരയും ഒക്കെ പോലെ ആവണമെന്നാണ് ഒരാഗ്രഹം എന്ന് സുധീഷ് ചിരിയോടെ പറയുന്ന കേട്ട് അതെ അത്രയ്ക്ക് സ്നേഹമുള്ള പെൺകുട്ടിയോട് ആരെങ്കിലും നുണ പറയുമോടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത്രയും സ്നേഹമുള്ളോണ്ട് ആ സ്നേഹം കൈവിട്ടു പോവാതിരിക്കാനാ ഞാൻ നുണ പറഞ്ഞേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നോക്ക് നിന്റെ നുണ നിനക്ക് തന്നെ വിനയാവും, അതാ എന്റെ പേടി എന്ന് സുഭാഷും. അതെ അവള് നമ്മുടെ വീട്ടിലിരുന്ന പതുക്കെ അവളെന്നെ ഇഷ്ടപ്പെടുമെന്നേ, എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അവളെ അവളുടെ വീട്ടുകാർ പിടിച്ചു വെച്ചാലോന്നാ എന്റെ പേടി. എനിക്ക് അവളോടല്ലേ ഇഷ്ടവും സ്നേഹവും ഒക്കെയുള്ളൂ, അവൾക്ക് എന്നോടൊരു കമ്മിറ്റ്മെന്റും ഇല്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു പേടി പോലെ. ഇനിയിപ്പോ അവൾ അവിടെ കയറി ചെല്ലുമ്പോ നീ പോയാ ഞാൻ തൂങ്ങിച്ചാവും എന്നുള്ളൊരു നാടകം കളിച്ചാലോ എന്ന് സുധീഷ് ആദിയോടെ ചോദിക്കുമ്പോ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാതെ അങ്ങ് പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ടെന്ന് സുഭാഷ് പറയുമ്പോ നിങ്ങളുടെ അനിയന്റെ ജീവിതമായി ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ജോലിയാണോ പ്രധാനമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവളൊരു കാര്യത്തിന് പോയതല്ലേ, അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരട്ടെ. ദേ അവളൊരു നല്ല കുട്ടിയാ സുധീഷേ,
എന്ന് സുഭാഷ് ഓർമ്മിപ്പിക്കുമ്പോൾ അതുകൊണ്ടാ സുഭാഷ് ഏട്ടാ എനിക്ക് അവളെ വിട്ടുകളയാൻ മടി എന്ന് സുധീഷ് പറയുമ്പോൾ പക്ഷേ അവൾക്ക് കിട്ടിയ ആള് മാറിപ്പോയി എന്ന് സുഭാഷും. എടാ നോക്ക്, ഇനിയെങ്കിലും അവളോട് നുണ പറയാതെ ജീവിക്കാൻ നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനായിരിക്കും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷിന്റെ പണിക്കാർ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് സുഭാഷിനെ വിളിക്കുന്നുണ്ട്. നീ ഭക്ഷണം കഴിച്ചോ എന്ന് സുഭാഷ് സുധീഷിനോടായി ചോദിക്കുമ്പോൾ ഇല്ല, വിശക്കുന്നു എന്ന് സുധീഷും. എന്നവാ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെയും കൂട്ടിക്കൊണ്ട് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും നികേഷും ഓട്ടോയിലെത്തി നിധിയുടെ വീടിന് മുന്നിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ വീട് കണ്ട അമ്പരപ്പോടെ ഇതാണോ വീട് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി അതെ എന്ന് തലയാട്ടുന്നുണ്ട്. നികേഷ് അമ്പരപ്പോടെ ആ വീട് നോക്കി നിന്നുകൊണ്ട് തങ്ങളുടെ പഴയ വീട് ഓർത്ത് ചിരിക്കുന്നുണ്ട്. നിധി ടെൻഷനോടെ നിൽക്കുന്ന കണ്ട് എന്തു പറ്റി ഏട്ടത്തി, ടെൻഷനുണ്ടോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഒരു പേടി എന്ന് നിധിയും. ഇത് ഏട്ടത്തിയുടെ കൂടെ വീടല്ലേ, ഒന്നും സംഭവിക്കില്ല, വാ എന്ന് പറഞ്ഞ് നികേഷ് വിളിക്കുമ്പോൾ നിധി ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ പുറകെ നികേഷും. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ സിറ്റൗട്ടിലിരിക്കുന്ന അമ്മയെ അവൾ കാണുന്നുണ്ട്. അവർ സിറ്റൗട്ടിനടുത്ത് എത്തുമ്പോഴേക്കും സാന്ദ്ര അങ്ങോട്ട് ഇറങ്ങി വന്ന് നിധി എന്ന് വിളിക്കുമ്പോൾ ഏട്ടത്തി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, എനിക്കെന്തോ പേടി തോന്നുന്നെന്ന് നിധി പറയുന്നുണ്ട്. ഇത് നിന്റെ വീടല്ലേ നിധി, ഇവിടേക്ക് വരാൻ നീ എന്തിനാ പേടിക്കുന്നത്, വാ എന്ന് സാന്ദ്ര വിളിക്കുമ്പോഴേക്കും നിധി അമ്മയെ വിളിക്കുന്നുണ്ട്. അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ പുറകിൽ നിൽക്കുന്ന നികേഷിനെ കാണെ ഇവൻ ആരാന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. എന്താ അവിടെ നിൽക്കുന്നേ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നിധി അവനെ അടുത്തേക്ക് വിളിക്കുമ്പോഴേക്കും ഹേമ ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് ഇവൻ ആരാണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് ദേഷ്യത്തോടെ ഹേമ ചോദിക്കുമ്പോൾ ഇത് നികേഷ്, സുധീഷിന്റെ അനിയൻ എന്ന് നിധി പറയുന്നുണ്ട്. അവനോട് ഗേറ്റിന് വെളിയിൽ പോയി നിൽക്കാൻ പറ എന്ന് ഹേമ പറയുന്നത് കേൾക്കെ നിധിയും ഒരു നിമിഷം ടെൻഷനോടെ നികേഷിനെ നോക്കുമ്പോൾ അവനോട് ഗേറ്റിന് വെളിയിൽ പോയി നിൽക്കാൻ പറയാൻ എന്ന് ഹേമ വീണ്ടും പറയുന്നുണ്ട്. അത് കേൾക്കെ ഏട്ടത്തി സാറില്ല, ഞാൻ പുറത്തു നിന്നോളാം എന്ന് പറഞ്ഞ് നികേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്ന് ഹേമ വിളിക്കുമ്പോഴേക്കും സാന്ദ്ര അവളെയും കൂട്ടി അകത്തോട്ട് പോകുന്നുണ്ട്. നികേഷും ഗേറ്റിന് പുറത്തേക്ക് ചെന്ന് ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി ആ വീട്ടിലേക്ക് നോക്കി ആ ഗേറ്റും പിടിച്ച് നിൽപ്പുണ്ട്. നിധിയെയും കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന രാജീവിനെയും അരുണിനെയും നിധി കാണുന്നത്. അവൾ സംശയത്തോടെ സാന്ദ്രയെ നോക്കുമ്പോൾ സാന്ദ്ര ഒന്നും പറയാതെ തല താഴ്ത്തി നിൽപ്പുണ്ട്. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രാജീവ് തല ഉയർത്താതെ തലയും കുനിച്ചിരിപ്പാ. അച്ഛൻ ആശുപത്രി കിടന്നപ്പോൾ ഞാൻ കാണാൻ വന്നിരുന്നു, പക്ഷേ ആരും എന്നെ കാണാൻ സമ്മതിച്ചില്ല. സോറി അച്ഛ, ഞാൻ ചെയ്തത് തെറ്റാ, പക്ഷേ അത് കാരണം അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്ന് നിധി പറയുന്നത് കേൾക്കെ രാജീവും തലയുയർത്തി അവളെ നോക്കുന്നുണ്ട്. ഹേമയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇറങ്ങിപ്പോയതിനു ശേഷം നിന്റെ അച്ഛൻ പുറത്തിറങ്ങി ആളുകളെ നോക്കിയിട്ടില്ല. അത്ര പ്രതാപത്തോടെ ഇരുന്ന മനുഷ്യനാ, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ മടിച്ച് മുറിക്കുള്ളിൽ ഇരിപ്പായി. ഒറ്റ ദിവസം കൊണ്ട് നീ നിന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതമാ തകർത്തത് എന്നമ്മ പറയുന്നത് കേൾക്കെ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു അമ്മേ. ആ കല്യാണം വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ, നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ കാത്തിരിക്കുമെന്നും നിങ്ങളോടൊക്കെ മിണ്ടാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു സ്വപ്നം പോലെയാ ഇതെനിക്ക് തോന്നുന്നത്, എല്ലാവരോടും കൂടി പറയാ സോറി എന്നവൾ കണ്ണീരോടെ പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന അരുണും നീ ചെയ്ത തെറ്റ് ഏറ്റു പറയാനോ സോറി പറയാനോ ഒന്നുമല്ല നീ ഇങ്ങോട്ട് വന്നത്, നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം, അതിനുവേണ്ടിയല്ലേ നീ വന്നത്, അല്ലാതെ ഞങ്ങൾ എങ്ങനെ നാണം കെട്ടാലും വിഷമിച്ചാലും നിനക്കെന്താ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അരുണേട്ട എന്ന് നിധിയും പറയുന്നുണ്ട്. ആണേ, അങ്ങനെയല്ലാന്ന് നീ പച്ചക്കള്ളം പറയണ്ട, നീ ഞങ്ങൾ ആരെയും കുറിച്ച് ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. അച്ഛനിവിടെ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ അവന്റെ വീട്ടിൽ അവനോടൊപ്പം ഡാൻസും പാർട്ടിയും എല്ലാം ആഘോഷിച്ചത്, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്ന് നീ വിചാരിച്ചോ? എല്ലാം അച്ഛനടക്കം ഞങ്ങൾ എല്ലാവരും കണ്ടു, ഞങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, അറിയോ എന്ന് അരുണും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും ആ കുടുംബത്തെക്കുറിച്ച് ഒരാൾക്ക് പോലും നല്ലതുപോലും പറയാനില്ല, അറിയോ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കണമെന്ന് നിനക്കെന്താ തലയിലെഴുത്തുണ്ടോ? ശരി, ഞങ്ങൾ കണ്ടുപിടിച്ച ആളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, സമ്മതിച്ചു. എന്നാൽ അതിലും കൊള്ളാവുന്ന ഒരാളെയാണ് നീ നോക്കിയിരുന്നതെങ്കിൽ സമ്മതിക്കായിരുന്നു. എന്തിനു നീ അവനെ വിവാഹം കഴിച്ചതെന്ന് ഹേമ ചോദിക്കുന്നുണ്ട്. അമ്മ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്, അങ്ങനൊരു വിവാഹം വേണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതല്ല, എനിക്കപ്പോ വേറെ വഴിയുണ്ടായിരുന്നില്ലെന്ന് നിധി പറയുമ്പോ കാരണം നിന്നെ അച്ഛൻ കാല് പിടിച്ചു വിളിച്ചതല്ലേ, നീ വന്നോ? അങ്ങനെ വന്നിരുന്നെങ്കിലേ നിനക്കിപ്പോ മഹാറാണിയെ പോലെ വിവാഹം കഴിഞ്ഞ് ജീവിക്കായിരുന്നു എന്ന് ഹേമ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കൂടി അങ്ങനെ ആലോചിച്ചോണ്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനൊരു തീരുമാനമെടുത്തത്. ഞാൻ സ്വപ്നം കണ്ടതുപോലെയൊക്കെ ജീവിക്കാൻ എനിക്ക് ആ സമയത്ത് അങ്ങനൊരു തീരുമാനമാണ് ശരിയെന്ന് തോന്നി. അമ്മേ, ഇപ്പൊ പോലും ഞാനൊരു ജോലിക്കായി അന്വേഷിക്കുന്നത്, പക്ഷേ അതിനെന്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. അതിനാ ഞാൻ ഏട്ടത്തിയെ വിളിച്ചത്. എവിടെയെങ്കിലും ഒരു ജോലി വേണം, സ്വന്തമായിട്ട് ഒരു പേരുണ്ടാക്കണം. എന്റെ ആഗ്രഹം അതാണെന്ന് അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ, എനിക്കെന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് നിധി പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നീയൊന്നും നിർത്തുന്നുണ്ടോ നിധി? ജോലിയെന്നും പറഞ്ഞ് ഇത്ര മാത്രം ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക്
മനസ്സിലാവുന്നില്ല. നിനക്ക് എന്തിനാ ഇനിയൊരു ജോലിയെടുത്ത് ജീവിക്കാൻ മാത്രം എന്ത് കഷ്ടപ്പാടാ നിനക്കുള്ളത്? ഇത്രയേറെ സ്വത്തുക്കൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയാ മോളെ? അതൊക്കെ അനുഭവിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചാ പോരെ നിനക്ക്? എന്ന ഹേമയുടെ ചോദ്യം കേട്ട് നിധി ടെൻഷനോടെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. അവൾ അമ്മയോടായി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാനാ ഇവിടെ വന്നതെന്ന്. അവരും ചേറി നെണീട്ടുണ്ട്. അത് വിട് നിധി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് നീയും ആലോചിക്കണ്ട, ഞങ്ങളും സംസാരിക്കുന്നില്ല. നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കാൻ മാത്രം പാപമൊന്നും എൻ്റെ മോൾ ചെയ്തിട്ടില്ല. ഇനി എന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്ന ഹേമയുടെ വാക്കുകൾ കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.